നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം. ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ നിലപാടുകളാണ് എൻ്റെ ചാനലിലൂടെ എൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്കത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അത് രണ്ടും എൻ്റെ പ്രേക്ഷകരുടെ ചോയ്സാണ്. തീർച്ചയായും നമ്മൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക തന്നെ വേണം. കാരണം നാം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. പ്രേക്ഷകരെ പറയട്ടെ, ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ലോകം എമ്പാടുമുള്ള മനുഷ്യർ, മുസ്ലിങ്ങൾ, ജാതിമത ഭേദമന്യേ ഇത് ആഘോഷിക്കുകയാണ്. എന്തെന്നാൽ നമ്മുടെ നാട്ടിലെടുത്താൽ, കൊച്ചു കേരളം എടുത്താൽ ഇന്ന് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജാതിയോ മതമോ ഒരു വിഷയമല്ല. ഏത് ആഘോഷം വന്നാലും മലയാളിക്ക് സമത്വമാണ്. ആ വിജയമാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ നാം ഇന്ന് കടന്നിരിക്കുന്നത് ഒരു പുതിയ ഘട്ടത്തിലേക്കാണ്. എന്തെന്നാൽ കേരളത്തിൽ ഒരു പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നേ വരെ കണ്ടതിൽ വെച്ച്, അതായത് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇലക്ഷൻ തിരഞ്ഞെടുപ്പുകൾ, ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇതൊരു അഗ്നി പരീക്ഷണമാണ്. ഒരു തർക്കവുമില്ല. എന്തെന്നാൽ രണ്ട് പാർട്ടിക്കാർക്കും ഇതിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മറ്റ് ചിലർ, അതായത് പാർട്ടി ഏതായിക്കൊണ്ടുപോട്ടെ, സംസ്ഥാനത്ത് ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ അതേ വകുപ്പിലുള്ള മന്ത്രി ക്ഷണിക്കാതെ ആ ഉദ്ഘാടനം നിർവഹിച്ച രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ മറ്റ് സർക്കാരിൻ്റെ അനുഭാവികൾ, ഒരു ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ അനുഭാവിയായ ആൾക്കാരെ വിളിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിക്കാതെ ആ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ എത്ര നിർഭാഗ്യകരമായ ഒരു സംഭവമാണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര ലളിതമായി, എത്ര മോശമായ രീതിയിലാണ് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ വിളിക്കാതെ ആ വകുപ്പിൽപ്പെട്ട ഒരു റോഡ് ഗതാഗതം തുറന്നു കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെ അതല്ല വിഷയം. 10 കൊല്ലം ഒരു സർക്കാർ ഭരിച്ചു, LDF സർക്കാർ ഭരിച്ചു. നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇനി ഒരു തുടർ ഭരണം വേണോ വേണ്ടേ എന്ന് ജനം വിധി എഴുതാൻ പോവുകയാണ്. എന്തിനേയും ഏതിനേയും നേരിടാൻ കഴിവും ശക്തിയുമുള്ള ഭരണാധികാരികൾ, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് പറയുന്ന ഭരണാധികാരികളെ അല്ല നമുക്ക് ആവശ്യം. കേരളം കേന്ദ്രത്തിൻ്റെ അവഗണന നേരിടുന്നത് ഇപ്പോഴല്ല, എത്രയോ കൊല്ലങ്ങളായി ഇതിങ്ങനെ നടന്നു വരികയാണ്. ഒരു സത്യസന്ധമായ ഒരു കാര്യമാണത്. 2014 ശേഷം കേരളത്തിന് വേണ്ടി ഒരു അനുകൂല നിലപാടും ഉണ്ടായിട്ടില്ല. എന്നാൽ സ്വന്തം സംസ്ഥാനങ്ങൾ മാറ്റി നിർത്തി കേരളത്തെ നമ്പർ 1 ആക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഓരോ മന്ത്രിമാർ, ഒന്ന് ആലോചിച്ച് നോക്കണം, എന്ത് കോമഡിയാണെന്ന്. ഈ കേരളത്തെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നമ്പർ 1 സംസ്ഥാനമാക്കും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രഖ്യാപിക്കുന്ന അവരുടെ സംസ്ഥാനം എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് നാം ഓരോരുത്തരും കാണേണ്ടതാണ്. കണ്ടു നോക്കണം. ഗൂഗിളിലോ യൂട്യൂബിലോ മറ്റ് ഏതിലോ സോഷ്യൽ മീഡിയയിലോ ഏതിൽ തപ്പിയിരുന്നാലും നമുക്ക് കാണാൻ പറ്റും അവരുടെ സംസ്ഥാനം ഏത് ഗതിയിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളം സ്വർഗമാണ്. ഇവിടെ പരസ്പരം പോരടിക്കുന്ന പാർട്ടിക്കാർ, സ്വന്തം പാർട്ടിയിൽ തന്നെ പരസ്പരം കടിപിടി കൂടുന്ന, സീറ്റിനു വേണ്ടി കടിപിടി കൂടുന്ന ആൾക്കാർ. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ യുവാക്കൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ് വേണ്ടത്. യുവാക്കൾ ഈ മുൻനിരയിൽ കടന്നു വരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സുധാകരനെ കുറിച്ചാണ്. സുധാകരൻ അദ്ദേഹം ഇപ്പോൾ ഒരു വാശിയുടെ പുറത്ത് വീണ്ടും മത്സരിക്കുകയാണ്. അദ്ദേഹം നല്ല കാര്യം. അദ്ദേഹം ഒരു വിജയസാധ്യതയുള്ള ആള് തന്നെയാണ്, വിജയസാധ്യതയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തെ എവിടെ നിർത്തിയിരുന്നാലും അദ്ദേഹം ജയിക്കും, ഒരു സംശയവുമില്ല. കാരണം കണ്ണൂരിലാകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി സ്ട്രെങ്ത് ആണ്, അദ്ദേഹത്തിന് കുറച്ചുകൂടി സ്വാധീനമുണ്ട്. അദ്ദേഹം വിജയസാധ്യത ഉള്ള നേതാവ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ന് വന്ന ഒരു വാർത്തയാണത്. അതായത് KC വേണുഗോപാലും VD സതീശനും തമ്മിൽ അടിപിടി, തർക്കം.
മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സാധാരണ മാധ്യമപ്രവർത്തകർ മറ്റുള്ളവരെ ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കുമ്പോൾ ഇന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറയുന്ന ചില വാക്കുകൾ കേട്ടിട്ട് അവർക്ക് തന്നെ ലജ്ഞ തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് തന്നെ ആലോചിക്കാൻ, സ്വന്തമായി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹം 2-3 ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു. അതായത് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും കൂടി കൊച്ചിയിലെ എന്തോ സീറ്റ് തർക്കത്തെക്കുറിച്ച് ആലോചനയ്ക്കിടയിൽ അവർ തമ്മിൽ അടിപിടി കൂടി, അല്ലെങ്കിൽ അടിച്ചു പിരിഞ്ഞു പോയി, വി.ഡി. സതീശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. ഇത് കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശനുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇത് കേസ് പറയുന്നു. അവർക്ക് തന്നെ ചിരി വരുന്നു. അദ്ദേഹം നേരിട്ട് മാധ്യമപ്രവർത്തകരോട് തന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ലജ്ഞയില്ലേ? അല്ലെ, നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കൂ, അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്ന്. ഇത് മാധ്യമപ്രവർത്തകർ എല്ലാം സത്യസന്ധമായ വാർത്തകളാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നതിൽ എവിടെയെങ്കിലും അർത്ഥമുണ്ടോ? അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്ന് കേട്ടു നോക്കൂ. ഇതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ. അതായത് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്ന, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അഗ്നി പരീക്ഷണം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന ഇലക്ഷൻ പ്രചരണത്തിന് മുന്നോടിയായി പരസ്പരം എല്ലാവരും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർ. അവർക്ക് റീച്ച് വേണം, അവർക്ക് റീച്ച് ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്തും പടച്ചു വിടുന്ന രീതിയിലായിപ്പോയി ഈ വാർത്ത കൊടുത്തത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതേ മാധ്യമപ്രവർത്തകരോട് തന്നെ വി.ഡി. സതീശൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെയും ചില രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. അതായത് ചില പാർട്ടി അനുഭാവികൾ എഴുതി വിടുന്ന ചില വാക്കുകൾ, ചില പാർട്ടി ചാനലുകൾ നടത്തുന്ന ചില പരിപാടികൾ, ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കണ്ടേ? വി.ഡി. സതീശന്റെ നല്ല അടിപൊളിയായുള്ള ചോദ്യം. നിലപാടുകൾ എടുക്കുന്ന കോൺഗ്രസിലെ നേതാക്കളുണ്ട്. ഇവിടെ സുധാകരൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കി, സുധാകരനെ ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ വാർത്തകൾ പടച്ചു വിടുന്നു. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷ മാത്രമാണ് അദ്ദേഹത്തിനോടുള്ളത്. അദ്ദേഹം പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് വഴിമാറി കൊടുക്കുക. അവർക്ക് അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നമായ കാര്യങ്ങൾ ഈ പുതുതലമുറയിലെ ആൾക്കാർക്ക്, വരുന്ന പുതിയ തലമുറക്കാർക്ക് പകർന്നു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഊർജം നൽകുക, അവർക്ക് വേണ്ടുന്ന ശക്തി നൽകുക, അവർക്ക് മുന്നോട്ട് നയിക്കാനുള്ള പാത തുറന്നു കൊടുക്കുക. പിന്നിൽ നിന്നും ശക്തനായ ഒരു നേതാവ്, അവർ നടക്കുമ്പോൾ പിന്നിൽ ഒരു ശക്തനായ നേതാവ് പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം എവിടെ നിന്നാലും, ജി സുധാകരൻ എവിടെ നിന്നാലും അദ്ദേഹം വിജയസാധ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിൽ വളരെ ശക്തനായ, നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവും ശക്തിയുമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹത്തിനോട് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ മത്സരിക്കുകയാണ്, UDF-ന് വേണ്ടി ഇപ്പോൾ മത്സരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലും അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം പറഞ്ഞ് അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അദ്ദേഹത്തെ അപമാനിച്ചു. അതും നമ്മുടെ വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു മര്യാദയില്ലായ്മയുടെ മാക്സിമമാണ് ഈ ചെയ്തത്. കഴിഞ്ഞ 48 മണിക്കൂർ ചെയ്തത്. നിങ്ങളിട്ടിരിക്കുന്ന നിങ്ങളൊന്ന് കാണും, നിങ്ങൾക്കെങ്കിലും നാണം വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ട് സുധാകരൻ വല്ലതും പറഞ്ഞു? സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. എന്നേക്കാൾ വളരെ വലിപ്പം കൊണ്ട് പാർട്ടിക്കെന്നാണ്. ആ ഒറ്റ വാചകമല്ലേ അദ്ദേഹം പറഞ്ഞുള്ളത്? ആ ഒറ്റ വാചകമല്ലേ? നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം. അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. ഞാനും രമേശ് ചെന്നിത്തലയുമായിട്ട് ഒരു 100 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലെ കാര്യത്തിൽ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിൽ ഭയങ്കര വഴക്ക്. സതീശൻ ഇറങ്ങിപ്പോയി. അപ്പൊ എന്നോട് കെ.സി.ആണ് പറഞ്ഞേടാ, നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്നും ഒരു വാർത്തയുണ്ട്. ഞാൻ കാണട്ടെ, TV വയ്ക്കുമ്പോ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞു എന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ്. നിങ്ങളെ ഓർത്തിട്ട്, ഈ വാർത്ത ഇട്ടവരെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചിരിച്ചു. കൊച്ചിയിലെ ഒരു സീറ്റ് തീരുമാനിക്കാൻ വേണ്ടി, കൊച്ചിയിലെ സീറ്റിന്റെ ഞങ്ങൾ ഒരുമിച്ചാണ് അത് തീരുമാനിക്കുന്നത്. ഞങ്ങൾ വഴക്കിട്ട് പോയെന്ന് ഞാൻ പിണങ്ങി പോന്നു. എപ്പോഴാണ് യുവാക്കൾ ഇതുപോലുള്ള രാഷ്ട്രീയത്തിൽ കടന്നു വരേണ്ടത്? പഴയ തലമുറ നിങ്ങൾക്ക് പലവിധമായ പദവികൾ വഹിച്ചു കഴിഞ്ഞു.
എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേണം എന്ന് പറയുന്നത് അതൊരു വാശിയല്ലേ? ആ വാശി വേണ്ട, ആ വാശി നല്ലതല്ല. ഇപ്പോൾ നമുക്ക് ആവശ്യം കേരളം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുക എന്നുള്ളതല്ല. സാധാരണഗതിയിൽ പിന്നെ LDF UDF ഈ രണ്ട് ടീമുകളുമാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാർട്ടി ഇപ്പോൾ 10 വർഷം ഭരിച്ചു. ഇനി ഒരു പാർട്ടി വരണം, അത് UDF ആവും എന്നാണ് ഈ കേരളത്തിലെ ഒരു 75% ആൾക്കാരുടെയും പ്രതീക്ഷ. കാരണം അത്രയധികം ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ആദ്യത്തെ 5 ഭരണം വളരെ നല്ല നിലയിലായിരുന്നു. രണ്ടാമത്തെ 5 വർഷത്തെ ഭരണം അത് മറ്റ് ചില കേന്ദ്ര പാർട്ടികളുമായി ഒത്തുചേർന്ന് ഒരിക്കലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇനി അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ആ പെരുമാറ്റം. അവരുമായി സന്ധി സംഭാഷണങ്ങൾ നടത്തി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നേക്കുമായി പിന്നെ തലപൊക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി സഹകരിച്ച് മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. അതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ BJP കടന്നു വന്നത്. ഒരു രക്ഷയുമില്ല. അവിടെ ഭരണം UDFന് കിട്ടിയാൽ തീർച്ചയായും നട്ടലുള്ള നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF അധികാരത്തിൽ വരണം. അതിനെ കേരളത്തിലെ ജനങ്ങൾ യുവാക്കൾ മുതൽ വയോവൃദ്ധർ വരെ ഇതിനൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. ആലോചിക്കുക. നമുക്ക് ആവശ്യം നല്ല ശക്തിയുക്തം എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരു ഭരണമാണ്. ആ ഭരണം നമ്മൾ നേടിയെടുക്കണം. കഴിഞ്ഞ 5 വർഷമോ 10 വർഷമോ അത് കഴിഞ്ഞു. അതിനെ നേട്ടങ്ങൾ വിലയിരുത്തട്ടെ, നല്ലത് തന്നെയാണ്. ഇനി എവർ 5 വർഷം ഭരിക്കട്ടെ. അപ്പോൾ മറ്റവരുടെ 10 വർഷത്തതും ഇവരുടെ 5 വർഷത്തതും പൊതുജനത്തിന് വിലയിരുത്താൻ പറ്റും. മാറി വരുന്ന സർക്കാരുകൾ വിചാരിച്ചാൽ തീർച്ചയായും നമ്മുടെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നുള്ള ചില ആൾക്കാരുടെ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല, അതായത് കോൺഗ്രസിന് നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന് ചില ആൾക്കാരുടെ പരാമർശം അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓരോ മനസ്സോടുകൂടി നിന്നതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഈ UDF കോൺഗ്രസ് തൂത്തുവാരിയത്. അതുപോലെ ഈ നിയമസഭയും അസംബ്ലി ഇലക്ഷനിൽ തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിൽ വരണം. വന്നെങ്കിൽ മാത്രമേ ഒരു മാറ്റം കേരളത്തിൽ ഇനി സംഭവിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ വന്നാൽ മാത്രം പോരാ. യുവാക്കൾക്ക് തൊഴിലവസരമാണ് നിങ്ങൾ നേടേണ്ടത്, അവർക്ക് നേടിക്കൊടുക്കേണ്ടത്. തൊഴിലില്ലായ്മ കൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവർ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്? രാജ്യത്ത് ജാതിയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇനിയും ഈ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നത് നിർത്തിക്കൂടെ? ലോകങ്ങൾ ടെക്നോളജികളുടെ പിറക്കെ പോകുമ്പോൾ ഇവിടെ ജാതിയും മതവും ദൈവത്തിൻ്റെയും മറ്റേതിൻ്റെയും പേരുകൾ പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇവിടെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം ഓരോ മനുഷ്യൻ്റെ മനസ്സിലാണ്. അത് പൊതുജനത്തിനു വേണ്ടി രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഓരോ മനുഷ്യൻ്റെയും മനസ്സിലാണ് വിശ്വാസം. അത് ഏത് ദൈവത്തെയും വിശ്വസിക്കാം. അതിനെ നമ്മൾക്ക് ലോകത്താർക്കും അതിനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അവനവൻ്റെ മൗലികമായ അവകാശമാണ് ഒരു വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്. അതിന് നമ്മൾക്ക് ഒരിക്കലും തർക്കം പറയാനേ സാധ്യമല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ 100-ൽ 100% എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 85% സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 85%. കാരണം ഒരുപാട് പാർട്ടികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, ഈ കോൺഗ്രസിലാവട്ടെ, LDFിലാവട്ടെ, അല്ലെങ്കിൽ BJPയിലാവട്ടെ, അല്ലെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ, ഒരുപാട് ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളാണ് ഏറ്റവും വലിയ തലവേദന. ഒരു പാർട്ടിയിൽ നിൽക്കുക, അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ മാറിപ്പോവുക,
അത് കഴിഞ്ഞാൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എയും ബിയും എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് പ്രവർത്തിക്കുക. ഒരു പാർട്ടിക്ക് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ വ്യക്തിപരമായി മാറ്റിക്കൊടുക്കുക. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, പണ്ട് മൗലികമായി അവകാശമായ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് അവകാശമല്ല, കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. കടയിൽ നിന്നും സാധനം വാങ്ങുന്നത് പോലെ കാശ് കൊടുത്ത്, പണം കൊടുത്ത് വോട്ട് വാങ്ങണം. അതാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. പണം കൊടുത്ത് വോട്ട് വാങ്ങുക. പണമില്ലേ, വോട്ടില്ല. അതിൻ്റെ തെളിവുകൾ എത്രയോ ഉണ്ട്. കഴിഞ്ഞ MP ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് എത്ര രൂപയാണ് ഒഴുക്കിയത്. അങ്ങനെ എല്ലാ പാർട്ടിക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിനു വേണ്ടി പലതരത്തിലുള്ള പണമൊഴുക്കുകൾ നടത്തുന്നു. ഇപ്പോൾ LDF സർക്കാർ പെൻഷൻ ഉയർത്തി, വരുമാനം ഉയർത്തി, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പെൻഷൻ ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിൽ അവർ വിചാരിച്ചത് വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാം എന്നാണ്. പക്ഷേ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറയുകയാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് ചെയ്തില്ലേ, നിങ്ങൾ ഇത് ചെയ്തില്ലേ, നിങ്ങൾ മറ്റേത് ചെയ്തില്ലേ, മറിച്ചത് ചെയ്തില്ലേ എന്നാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ ഈ പരസ്പര തല്ലുപിടുത്തത്തിൽ നുഴഞ്ഞു കയറാൻ കാത്തിരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. അത് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പരസ്പരം LDFും UDFും പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടി കടന്നു കയറാൻ ശ്രമിക്കുന്ന, കടന്നു കയറാൻ സ്വാധീനം ചെലുത്തി ഈ കേരളം എന്ന സംസ്ഥാനത്തിൽ ഒരു സീറ്റ് പിടിച്ചു കഴിഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ഒരു കോർപ്പറേഷനും അവരെടുത്തു കഴിഞ്ഞു. അതും മറ്റുള്ളവരുടെ സപ്പോർട്ടുകൾ കൂടിയാണ്, അല്ലാതെ വളരെ ഭൂരിപക്ഷം നേടിയിട്ടല്ല. പക്ഷെ എങ്കിലും ഇവിടെ നിങ്ങളുടെ തല്ലുപിടുത്തത്തിനിടയിൽ നുഴഞ്ഞു കയറി അധികാരം ഉറപ്പിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയുണ്ട്. പക്ഷെ എത്ര വിചിത്രമായ അഭിപ്രായങ്ങൾ പറച്ചിലാണെന്നാണ് കേൾക്കുന്നത്. ഒരു കേരളത്തിന്റെ ഭൂപടത്തിൽ അങ്ങേയറ്റത്തോ ഇങ്ങേയറ്റത്തോ എവിടെയെങ്കിലും ഒരു അറ്റത്ത് കാണുന്ന ഒരു കളറ് വെച്ചിട്ട് കേരളം ഭരിക്കാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് BJP എന്ന് പറയുന്നതിൽ എത്ര കോമഡിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിന്റെ ഭൂപടത്തിൽ അങ്ങേയറ്റത്തോ ഇങ്ങേയറ്റത്തോ എവിടെയോ രണ്ട് സ്ഥലത്ത് ചെറിയ കളറുണ്ട്. ഈ കളറ് വെച്ച് കേരളം മുഴുവനും പിടിച്ചടക്കാൻ കഴിവുള്ള പാർട്ടി എന്നാണ് BJP പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, ഇനി അധികാരത്തിൽ വരുന്നത് UDF തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 10 വർഷം ഭരിച്ചല്ലോ, 10 വർഷം ഭരിച്ച് ഇനി കുറച്ച് നാൾ മാറി നിൽക്കട്ടെ. ഇവരുടെ ഭരണം എങ്ങനെയാണെന്ന് അവർ കാണട്ടെ. അവർ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിലയിരുത്താം. മതി, ഇനി നിങ്ങളുടെ ഭരണം നിർത്തിക്കോളൂ എന്ന് പറയാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവണമല്ലോ. അല്ലാതെ നിരന്തരം ഇങ്ങനെ അത് കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഏർപ്പാടല്ലേ. 3ാം തവണയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിമോഹമല്ലേ. ആ മോഹം വേണോ? അത് വേണ്ട, അതിനുണ്ട് ആവശ്യമില്ല. അപ്പോൾ ഈ കുറി നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ 100 എന്ന് പറയുന്നില്ല, പക്ഷേ VD സതീശന് ആത്മവിശ്വാസമുണ്ട്. 100ൽ 100% വാരിക്കൂട്ടും എന്നാണ്. അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഓരോ UDF പ്രവർത്തകനും ഓരോ ഘടകകക്ഷികൾക്കും അവർക്ക് വിശ്വാസമുണ്ട്. അവർ 100ൽ 100% നേടിയെടുക്കും എന്ന്. വിജയസാധ്യത ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പലരും പല വഴിയും പല രീതിയിലും പരക്കം പായുന്ന രംഗങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രചരണങ്ങളുടെ കാലഘട്ടമാണ്. തീപ്പൊരിപാറുന്ന പ്രചരണങ്ങളായിരിക്കും പല ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇലക്ഷൻ ആയിരിക്കും ഈ കുറി നടക്കാൻ പോകുന്നത്. തീപാറുന്ന പ്രചരണമായിരിക്കും. ഓരോ മനുഷ്യനെയും ഓരോ വോട്ടറെയും രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ള പ്രചരണമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അന്തസ്സായി നട്ടലോടുകൂടി അധികാരത്തിൽ വരുന്ന UDFനെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.